ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മാങ്ങ അച്ചാറിടുന്ന രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പലതരം മാങ്ങ കൊണ്ട് പലതരം അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് വ്യത്യസ്തമായൊരു രീതിയിലുള്ളൊരു അച്ചാറാണിത്. നല്ല രുചിയാണ് ഈ അച്ചാർ കൂട്ടാനായിട്ട്, ഉണ്ടാക്കാനായിട്ടും എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോ മുഴുവനായിട്ടും കാണണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ അച്ചാറിലേക്ക് ഇതുപോലെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരി എടുക്കണം. ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകും ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുത്ത് ഒന്ന് ചൂടാറി കഴിയുമ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിലും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം കായത്തിൻ്റെ കട്ട വറുത്ത് പൊടിച്ചെടുത്താൽ നല്ല രുചിയും മണമൊക്കെ ആയിരിക്കും. ഇനി ഈ പൊടികളെല്ലാം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി കൂട്ട്, അത് നന്നായി അരച്ചത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്തത്. ഒരു 3-4 സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വിനാഗിരി ചേർക്കുകയാണെങ്കിൽ ആ വിനാഗിരി ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ അച്ചാർ ഉണ്ടാക്കിയ ഉടനെ നമ്മൾ കൂട്ടരുത്. പിറ്റേ ദിവസം മുതൽ കൂട്ടി തുടങ്ങിയാൽ മതി. ഇനി ഇത് വല്ലാതെ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ, നമുക്കിതൊന്ന് ലൂസായിട്ട് കുറച്ച് ഗ്രേവി വേണം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തിളപ്പിച്ച് ആറിയ വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. നല്ല രുചിയുള്ള അച്ചാറാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്